നമസ്കാരം. ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂ എന്ന് പറയുന്നില്ല ഇന്ന്, മറിച്ച് നമുക്ക് എപ്പിസോഡിനെ കുറിച്ചും ലൈവിനെ കുറിച്ചുമൊക്കെ സംസാരിക്കാം. അതിലുപരിയായിട്ട് എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പങ്കുവെക്കാനെ കൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല കണ്ടസ്റ്റൻറ്റുകളുടെയും നിലപാടുകളെ, ഇതിനെയൊക്കെ നമുക്ക് ഒന്ന് അനാലിസിസ് ചെയ്താൽ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ആര്യൻ പുറത്തായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുതിയ ഒരു ഹൗസ് ക്യാപ്റ്റനെ നമ്മുടെ ലാലേട്ടൻ തിരഞ്ഞെടുക്കുകയും, ലാലേട്ടനല്ല, നമ്മുടെ കണ്ടസ്റ്റൻറ്റുകൾ തന്നെയാണ്. കണ്ടസ്റ്റൻറ്റുകൾ മീൻസ് ലാലേട്ടൻ പറഞ്ഞ 2 പേര് കൂടി ചേർന്ന് നമ്മളൊരു പുതിയ ഹൗസ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുകയും അത് നൂറയെ ഹൗസ് ക്യാപ്റ്റനായിട്ട് നിയമിക്കുകയും നൂറയുടെ അണ്ടറിലാണ് നിലവിലിപ്പം ഹൗസ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വിവിധ ടീമുകളിലെ വെസലെ, കിച്ചനെ, അതുപോലെ ഫ്ലോറെ, ബാത്റൂം ക്ലീൻ, അങ്ങനെ 3 ടീമിനെയും തിരിച്ച് ആദ്യത്തെ ദിവസം വളരെ മനോഹരമായി തന്നെ നമ്മുടെ എപ്പിസോഡിനകത്തും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ തംബ്നെയിലും അതായിരുന്നു കഴിഞ്ഞ വീഡിയോയുടെ ഒരു ഫീൽ ഗുഡ് എപ്പിസോഡ് എന്നുള്ളത്. ആ ഒരു ദിവസത്തിനിപ്പുറമായിട്ട് ഇപ്പോൾ ഹൗസിൽ ഇന്നലെയും ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇത് എങ്ങനെയുമാകാം. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിനെ ഈ ബിഗ് ബോസ് ഷോയെക്കുറിച്ചും കൂടെ ഉള്ള എൻ്റെ ഒരു അഭിപ്രായം കൂടെ നിങ്ങളിലേക്ക് പങ്കുവെക്കാനെക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എന്താണ് ഈ ബിഗ് ബോസ് ഷോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, അതായത് ബിഗ് ബോസ് ഷോ എന്താണ്? ബിഗ് ബോസ് ഷോയ്ക്കകത്തേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് അവിടെ സർവേ ചെയ്യണം. 100 ദിവസം സർവൈവ് ചെയ്താലേ പറ്റത്തുള്ളൂ. അതിന് പല രീതിയിൽ ഉള്ള പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ അവർ എല്ലാത്തിനെയും അതിജീവിച്ച് 100-ാം ദിവസം അതിനകത്ത് പ്രേക്ഷകർക്ക് ആരെ ഇഷ്ടപ്പെടുന്നു അവരാണ് ആ ബിഗ് ബോസ് ഷോയിലെ വിജയി. അപ്പം ഇത് പക്ക ഒരു ഇമോഷൻ വെച്ച് കളിക്കുന്ന ഷോയാണ്. നമ്മുടെ ഉള്ളിലത്തെ നമ്മുടെ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ശരിക്കും പുറത്തെടുത്ത് കാണിക്കുന്ന ഒരു ഷോയാണ്. നമുക്കിതൊരു പ്രീ പ്ലാനഡായിട്ട് പോകാനെ കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല. നമ്മൾ എത്രയൊക്കെ പ്രീ പ്ലാനഡായിട്ട് പോയെന്ന് പറഞ്ഞാലും ഒരു ലിമിറ്റ് കഴിയുമ്പം നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടും. അങ്ങനെയാണ്. പിന്നെ ചിലർ മാക്സിമം നിൽക്കാൻ ശ്രമിക്കും. പക്ഷേ എത്രത്തോളം അത് ഈ റിയൽ ആവുക എന്ന് പറയത്തില്ല. റിയൽ കണ്ടസ്റ്റൻ്റ് ആണ്, ജെനുവിൻ കണ്ടസ്റ്റൻ്റ് ആണ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഈ റിയൽ എന്നുള്ളത് നെഗറ്റീവുമാകാം, പോസിറ്റീവുമാകാം. അതാണ് ഇതിനകത്തെ സത്യം. ഒരാൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എങ്ങനായിരിക്കുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഷോയ്ക്കകത്തൂടെ തന്നെ ചിലർ ഫേക്ക് അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫേക്കും റിയലും തമ്മിലുള്ളൊരു വ്യത്യാസം എൻ്റെ അറിവിൽ, ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമുക്ക് അനീഷിനെ തന്നെ ഈ വീക്കിൽ എടുക്കാം, ഈ സീസണിലേ എടുക്കാം. അനീഷ് അവിടെ റിയൽ ആണോ ഫേക്ക് ആണോ? എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഹൗസിനുള്ളിലെ കണ്ടസ്റ്റൻറ്റുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അനീഷ് ഒരു പക്കാ ഫേക്കാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് കളിയൊക്കെ കണ്ടിട്ട് ഇത്ര വർഷം ലീവ് എടുത്ത് ബിഗ് ബോസിനെ കുറിച്ചൊരു വിശദമായിട്ടുള്ള വിവരങ്ങൾ പഠിച്ചു വന്ന് ഗെയിം കളിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഹൗസിലുള്ളവരും, പിന്നെ അതുപോലെ പുറത്തും ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്. ചിലർ മണ്ടൻ ഗെയിമറാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു ഗെയിം പ്ലാനോട് കൂടി മുൻകൂട്ടി കണ്ട് നമുക്ക് ഈ ഒരു ഷോയ്ക്കകത്തുള്ളിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോയെന്ന് പറഞ്ഞാലും മാക്സിമം ഒരു 1.5 ആഴ്ച അല്ലെങ്കിൽ ഒരു 2 ആഴ്ച നമുക്ക് അങ്ങനെ പിടിച്ച് നിൽക്കാനെ കൊണ്ട് പറ്റും. അതിനുള്ളിൽ നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടും. പിന്നെ ചിലർ അറിഞ്ഞുകൊണ്ട്, ഇപ്പം നമുക്ക് ഈ സീസണിൽ തന്നെ അനീഷിനെ എടുക്കാം. അനീഷ് ആദ്യമൊക്കെ വന്ന സമയത്ത് എങ്ങനായിരുന്നു, നമ്മളെയൊക്കെ പുറത്തുള്ളവരെയും അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റുകളെയൊക്കെ ശരിക്കും പുള്ളിക്കാരനെ വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അദ്ദേഹത്തിനൊരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ള രീതി നമുക്ക് മനസ്സിലായി തുടങ്ങി. അതിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് വശവും ഉണ്ട്, നെഗറ്റീവ് വശവും ഉണ്ട്. അപ്പോൾ ഇതും നമ്മൾ കാണുന്നുണ്ട്. അപ്പം
ഒരു ബിഗ് ബോസ് ഹൗസിലത്തെ ഒരു വിന്നർ എന്ന് പറയുന്ന ഒരാൾ ഏത് ഭാഷയിലെ ബിഗ് ബോസിലെ വിന്നറാണെന്ന് പറഞ്ഞാലും ആ ഒരു വിന്നറിന് പോസിറ്റീവ് വശം മാത്രമേ ഉള്ളൂ. അല്ല, പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എങ്ങനെ കണക്റ്റ് ആകുന്നു എന്നുള്ളതിലാണ് കാര്യമിരിക്കുന്നത്. അത് പോസിറ്റീവോ നെഗറ്റീവോ അത് ചിലപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അത് ഭൂരിപക്ഷം പ്രേക്ഷകരിലേക്ക് എങ്ങനെ കണക്റ്റ് ആകുന്നു ആ അപ്പം അതാണല്ലോ ഭൂരിപക്ഷ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആരാണോ അവരാണല്ലോ ഷോയിൽ വിൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇമോഷണലിനെ മൊത്തത്തിൽ തുറന്ന് കാണിക്കുന്ന ഒരു ഗെയിം ഷോയാണ് ഇത്. അവിടെ അപ്പം ഈ ഒരു ഗെയിം ഷോയ്ക്കകത്ത് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ ഇമോഷൻ നെഗറ്റീവും പോസിറ്റീവും കാണിക്കുന്നതിനകത്ത് തന്നെ ഒരു മനുഷ്യൻ ആ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ നെഗറ്റീവ് വരുന്നത്, ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ പോസിറ്റീവ് വരുന്നത്, അത് പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആകണം. ഇല്ലെങ്കിൽ അത് പാളിപ്പോകും. കാരണം നെഗറ്റീവ് മാത്രം പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് മാത്രമായി പോകുന്ന പല കണ്ടസ്റ്റൻറ്റുകളുമുണ്ട്. അവർ ചിലപ്പോൾ റിയൽ ആയിരിക്കാം, പക്ഷെ അവർ നെഗറ്റീവ് മാത്രമാണ് പുറത്തോട്ട് കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? നെഗറ്റീവ് മാത്രം, നെഗറ്റീവ് കണ്ടൻറ്റ് മാത്രം, പക്ഷെ അവർ റിയലാണ്. അങ്ങനെ ഉള്ളൊരു കണ്ടസ്റ്റൻറ്റുകൾ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്കിടയിൽ ഉണ്ട്, ഏകദേശം റിയലായിരിക്കാം, പക്ഷേ പ്രേക്ഷകർക്കിടയിൽ വളരെ നെഗറ്റീവാണ്. എന്നാൽ ചിലരുണ്ട് പോസിറ്റീവ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. മനസ്സിലായില്ലേ? അവർ റിയലും ആയിരിക്കാം, അല്ലെ ചിലപ്പം ഫേക്കായിട്ട് നിൽക്കുന്നവർ കാണാം. പക്ഷേ റിയലും അത് നെഗറ്റീവും പോസിറ്റീവും ഒരുപോലുള്ള ഗെയിമേഴ്സും ഉണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ടല്ലോ. ഈ ഹൗസിൽ നിൽക്കുമ്പം എല്ലാവരുടെയും പോസിറ്റീവും നെഗറ്റീവും വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൗസിലെ ഷോയെയും എല്ലാം ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സീസണിലെ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു വരാം. ഈ സീസണാണല്ലോ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്, നമ്മൾ റിവ്യൂ ചെയ്യുന്നതും. ഇനി നമ്മൾ ഈ ഒരു 100ാമത്തെ ദിവസത്തിൽ ആര് വിൻ ചെയ്യും എന്ന് നമ്മൾ പറയാനെ കൊണ്ട് കാത്തിരിക്കുന്ന ഒരു ഷോയാണല്ലോ. അപ്പം ഈ ഹൗസിലത്തെ നിലവിലത്തെ സിറ്റുവേഷൻ കണ്ടസ്റ്റൻറ്റുകളെല്ലാം ഏകദേശം അവരുടെ എല്ലാ വെടിയും പോകാൻ തീർന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 88ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ഇന്നലത്തെ ആ കുറച്ച് വിഷയങ്ങളിൽ നിന്ന് നമുക്ക് വരാം. കഴിഞ്ഞ ദിവസം നടന്ന കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിലവിൽ കഴിഞ്ഞ ആഴ്ചകളിലെ ക്യാപ്റ്റൻസി ടാസ്കും ക്യാപ്റ്റന്മാരുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പം അതൊരു ദുരന്തമായിട്ടുള്ള ഒരു ആഴ്ചയായിരുന്നെങ്കിൽ ഈ ആഴ്ച ആദ്യത്തെ ദിവസം ഒരു ഫീൽ ഗുഡ് നിറഞ്ഞ ഒരു എപ്പിസോഡായിട്ട് നമുക്കെല്ലാം ഫീൽ ചെയ്തെങ്കിൽ രണ്ടാമത്തെ ദിവസം നേരെ വീണ്ടും കിച്ചണിൽ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അടുക്കള വഴക്ക് വീണ്ടും ആരംഭിച്ചു. അപ്പം അതിനകത്ത് കൂടുതൽ ഈ ഒരു വിഷയത്തിൽ മേൽ ഉയർന്നു വരുന്ന പേരെന്ന് പറയുന്ന അനുമോള്, ആദില, ഈ രണ്ട് വ്യക്തികളുടെയാണ്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും ഇതിനു മുമ്പ് വളരെ ഫ്രണ്ട്സ് ആയിരുന്നു. ആദില നൂറ എന്ന ആ കപ്പിൾസുമായിട്ട് അനുമോള് കൂടി ഒരു പട്ട ഗേൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാവുകയും അവർ മാത്രമാണ് ഫീമെയിൽ കണ്ടസ്റ്റൻറ്റുകളായിട്ട് നിലവിൽ അവിടെ ഉള്ളത്. അപ്പോൾ അവർക്കിടയിൽ ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാവുകയും പിന്നെ കഴിഞ്ഞ ദിവസം അതൊരു ഫുഡിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ ബ്രേക്ക് ചെയ്യപ്പെടുകയും അതിനെ തുടർന്നാണല്ലോ ഇങ്ങോട്ടൊരു വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വിഷയങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു ദിവസം എത്ര വിഷയങ്ങൾ വേണേലും ഉണ്ടാകാം. കാരണം അങ്ങനാണ്. പലരുടെയും പല സ്വഭാവക്കാരും പല ഇഷ്ടക്കാരും ഒക്കെ ഒന്നിച്ച് ഒരു ഹൗസിൽ കഴിയുമ്പം ഒരാളുടെ ഇഷ്ടമായിരിക്കത്തില്ലല്ലോ മറ്റൊരാളുടെ ഇഷ്ടം. മറ്റൊരാളുടെ ഇഷ്ടക്കേട് ഇപ്പുറത്തെ ഒരാൾക്ക് ആകും. അപ്പോൾ എല്ലാവർക്കും ഒരുപോലത്തെ കാഴ്ചപ്പാടുമല്ല. അപ്പോൾ പല തരത്തിലുള്ള സ്വഭാവത്തിലുള്ള മനുഷ്യരെല്ലാം കൂടെ ഒരു ഹൗസിനകത്ത് എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ ബിഗ് ബോസ് ഹൗസ് ആകുമ്പോൾ അവിടെ വഴക്കുകൾ കാണും. അപ്പോൾ ഇന്നലത്തെ ഈ വഴക്കിനകത്ത് തന്നെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനെ കൊണ്ട് പോവുകയാണെങ്കിൽ അനുമോളുടെ ഭാഗത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കിച്ചൺ ടീമിലേക്ക് അനുമോൾ കയറുമ്പം അനുമോൾക്ക് ഒരു പ്രത്യേക ഒരു പവർ കിട്ടുന്നു. അത് അനുമോൾ അങ്ങനെ ആക്കുന്നതാണ്. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പവർ അനുമോൾക്കുണ്ട്. കാരണം വിളമ്പാനും എല്ലാം അനുമോൾ മുമ്പിൽ തന്നെ നിൽക്കണം, അതുപോലെ അനുമോൾ പറയുന്നത് കേൾക്കണം എന്നൊക്കെയുള്ള രീതിയിൽ
നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അനുമോടെ ഒരു നെഗറ്റീവ് സൈഡ് തന്നെ ആയിരുന്നു അത്. പക്ഷേ ഇന്നലത്തെ ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട് ആ ഇൻസിഡൻറ്റിനകത്ത്. അവിടെ കിച്ചൺ ടീമിനകത്ത് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ആദില, അതുപോലെ നമ്മുടെ സാബുമാൻ, അനുമോൾ, ഈ 3 പേരെയാണ്. ഇതിനകത്ത് തന്നെ അവിടുത്തെ കിച്ചൺ ടീമിലെ ക്യാപ്റ്റനായിട്ട് നിയമിച്ചിരിക്കുന്നത് നമ്മുടെ സാബുമാനെയാണ്. ഈ സാബുമാനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്യാപ്റ്റൻസി അവിടെ എത്രത്തോളം വർക്കൗട്ടാക്കി പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്നില്ല. പുള്ളി പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ BB മെറ്റീരിയൽ അല്ല എന്നുള്ളത്. അപ്പോൾ പുള്ളിയെ ഒന്ന് ആക്റ്റീവ് ആക്കാനെ കൊണ്ടായിരിക്കും ഹൗസ് ക്യാപ്റ്റൻ അദ്ദേഹത്തെ കിച്ചൺ ടീമിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പം ഇന്നലെ എത്ര പേര് ശ്രദ്ധിച്ചു, അനുമോള് നമ്മുടെ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാനെ കൊണ്ട് കയറുമ്പം ഈ ആദിലയൊക്കെ ശരിക്കും ഒത്തിരി തവണ പോയി വിളിക്കുന്നുണ്ട്. പക്ഷേ അവർ അധികമായിട്ട് ഹൗസിനുള്ളിൽ, അതായത് കിച്ചണിനുള്ളിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കാണാനെ കൊണ്ട് ഇടയായിട്ടില്ല. സാബുമാന് പാചകത്തിനെ കുറിച്ച് വലിയൊരു ധാരണയില്ല. പിന്നെ ആദിലയും സാബുമാനും ആ ഒരു സാഹചര്യങ്ങളിൽ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ തിരുമ്മി കൊടുത്ത ഒരു ഇൻസിഡൻറ്റ് മാത്രമേ നമുക്ക് കാണാനെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ. അതല്ലാതെ ആ കിച്ചൺ ഡ്യൂട്ടിയിൽ അവർ 2 പേരും, അത് കിച്ചൺ ക്യാപ്റ്റനായ സാബുമാനും ആദിലയും എന്ത് കോൺട്രിബ്യൂഷനാണ് ആ കിച്ചൺ ടീമിൽ, കിച്ചൺ ഹൗസിനുള്ളിൽ ഇന്നലെ കൊടുത്തത്. പകരം അനീഷും ഷാനവാസും ഒക്കെ കിച്ചൺ ടീമിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും പോലും, അത് കിച്ചൺ ടീമിന് പുറത്തുള്ളവർ പോലും സഹകരിച്ചിട്ടും ഈ കിച്ചൺ ടീമിൽ അകത്ത് നിൽക്കുന്ന ആദിലയും സാബുമാനുമൊന്നും പലപ്പോഴും കിച്ചൺ ടീമിൽ അധികമായിട്ട് സഹായിക്കുന്നത് ഇന്നലെ കാണാനെ കൊണ്ട് കഴിഞ്ഞില്ല. ഒന്നാമത്തെ കാര്യത്തിനകത്ത് നമ്മുടെ ആദില നൂറമാരെ അപേക്ഷിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് നൂറയെക്കാളിലും ആദില എന്ന് പറയുന്ന നല്ല മടിയുള്ള കൂട്ടത്തിലുള്ളൊരു വ്യക്തിയാണ്, നല്ല മടിച്ചയാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആദിലയുടെ ഈ ഒരു സ്വഭാവം, ജോലി ചെയ്യാനെ കൊണ്ട് മടിയുള്ള കൂട്ടത്തിലെ ആൾക്കാരാണ്. അപ്പം ചിലർക്കൊരു സ്വഭാവമുണ്ട്, അത് നമുക്ക് ഒരു കാര്യങ്ങൾ അതായത് ചിലർക്കെന്നല്ല, നിങ്ങൾ തന്നെ ഇപ്പോൾ ഓർത്ത് ഒരു കാര്യം നമ്മുടെ വീട്ടിലെയോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിലാണെന്ന് പറഞ്ഞാലും ഒരു നിശ്ചിത ഒരു കാര്യം, ഒരു ടാർഗറ്റ് പോലെ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു സംഭവം നമ്മൾ ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ടതായിരിക്കും. ആ ഒരു ഇൻസിഡൻറ്റ് നമ്മളൊരു പ്രോജക്റ്റ് എന്ന് വെച്ചു, ആ ഒരു പ്രോജക്റ്റ് ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ആയിരിക്കും. ആ പ്രോജക്റ്റ് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഗ്രൂപ്പിലുള്ളവരില്ലാതെ ഒരാൾ കിടന്ന് ഒറ്റയ്ക്ക് ചെയ്യുക. ഗ്രൂപ്പിലെ ഒരാൾ ഒറ്റയ്ക്കുണ്ട്, ബാക്കി നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് കുറച്ച് പേര് സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രോജക്റ്റ് 100% സക്സസ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം ആ പ്രോജക്റ്റിൻ്റെ ക്രെഡിറ്റ് എടുക്കാനെ കൊണ്ട് വേറെ ആ ടീമിലെ തന്നെ മറ്റുള്ളവർ കടന്നു വരുമ്പോൾ ഈ പ്രൊജക്റ്റിന് വേണ്ടി 100% കൊടുത്തു നിന്ന ആൾക്ക് ഉണ്ടാകുന്നൊരു ഫീലുണ്ട്. അതാണ് സത്യം പറഞ്ഞ് ഇന്നലെ അനുമോടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. അതിനകത്തും ആ ഒരു വിഷയം അവിടെ ഉടലെടുക്കാനെ കൊണ്ടുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സാബുമാനാണ്. കാരണം അനുമോള് ഫുഡ് വിളമ്പുന്ന കൂട്ടത്തിൽ അനുമോടെ ഭാഗത്ത് അനുമോള് അവിടെ ചിന്തിച്ച് വെച്ചത് എന്താണെന്ന് വെച്ചാൽ ചോറ് ഉണ്ട്, കറികളുണ്ട്. അപ്പം കൂട്ടാൻ ഒരു നിശ്ചിത അളവിലാണ് ഓരോരുത്തർക്കും വിളമ്പിയത്. കാരണം കൂട്ടാൻ ബാലൻസ് കുറച്ച് അനുമോള് കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം ചോറ് കുറച്ച് അധികത്തിലുള്ളത് കൊണ്ട് രണ്ടാമത് ആരെങ്കിലും ചോറിന് വേണ്ടി വരികയാണെങ്കിൽ അവർക്ക് കൂട്ടാൻ കൊടുക്കാനെ കൊണ്ട് കുറച്ച് കൂട്ടാൻ അനുമോള് കരുതി വെച്ചു. അപ്പം അതെന്തിനങ്ങനെ കരുതി എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഒന്നാമത് വരുന്നത്. അനുമോൾ ഒരു എന്താണ് പറയുന്നത്, അതൊരു സാധാരണ നമ്മൾ ജനറലി ചിന്തിച്ച് നോക്കുകയും രണ്ടാമതൊരാൾ വേണമെന്നുണ്ടെങ്കിൽ ചോറിന് വേണ്ടി വരുമ്പം അദ്ദേഹത്തിന് കുറച്ച് കൂട്ടാൻ വേണമെങ്കിൽ നമുക്ക് ഈ വെച്ചേക്കുന്നതിനകത്തൊന്ന് എടുത്ത് കൊടുക്കാം. ഇന്നലെ അങ്ങനത്തെ ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഈ വഴക്കിനിടയിൽ പോലും അക്ബർ രണ്ടാമത് വീണ്ടും വന്ന് ചോറ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടാൻ എടുത്ത് കൊടുക്കുന്ന വിഷയത്തിലാണ് പിന്നെ ആദിലയും അനുമോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടായത്. പിന്നെ അക്ബർ ആ കൂട്ടാൻ മേടിക്കാനെ കൊണ്ട് നിന്നില്ല. പക്ഷേ അവിടെ അനുമോൾ ഉദ്ദേശിച്ചത് ആ ഇൻസിഡൻറ്റിനകത്ത് പോലും ഈ അക്ബർ രണ്ടാമത് വരികയും കൂട്ടാൻ കൊടുക്കാനെ കൊണ്ട് അനുമോൾ നോക്കുമ്പോൾ അനുമോളും ആദിലയും പിന്നെ ആ അക്ബറിന് കൂട്ടാൻ കൊടുക്കുന്ന കാര്യത്തിൽ പിടിവലി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അപ്പം തന്നെ നമുക്കത് മനസ്സിലാകാം അനുമോൾ അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഉദ്ദേശത്തോടു കൂടിയാണ്. ആ ഉദ്ദേശത്തെ നമുക്കൊരിക്കലും തെറ്റെന്ന് പറയാനെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ അനുമോടെ ഭാഗത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പറ്റിപ്പോയത് ഇവർ
എല്ലാവരും വന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പണം എന്ന് പറഞ്ഞ് എല്ലാവരും പ്രഷറൈസ് ചെയ്യുമ്പോഴും അനുമോളുടെ ആ സ്റ്റാൻഡ് പിടിച്ച് നിൽക്കാതെ ഈ മറ്റുള്ളവർക്ക് വേണ്ടെങ്കിൽ പിന്നെ അനുമോൾ ഇതിനു വേണ്ടി പിന്നെ എന്തിനു നിൽക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. കാരണം അനുമോൾ ഒരു കരുതലിന് വേണ്ടി അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരുതൽ മറ്റവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഈക്വലായിട്ട് കൊടുക്കണം എന്നുള്ള നിർബന്ധമാണെങ്കിൽ എല്ലാവർക്കും കൊടുത്തിട്ട് അനുമോടെ പാട് നോക്കി പോകണമെന്നേ. പിന്നെ ഇതിനകത്ത് പിടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അത് നെഗറ്റീവ് ആകത്തേ ഉള്ളൂ. അനുമോടെ ഭാഗത്തുനിന്ന് വന്ന് വീഴ്ച എന്നാണ്. അനുമോൾ അത് ചെയ്യരുതായിരുന്നു. കാരണം എല്ലാവർക്കും കൊടുത്തങ്ങ് വിടണം. അപ്പോൾ അവരവരുടെ പാടായി. പിന്നെ രണ്ടാമത് ചോറ് ചോദിച്ച് വരുന്നവനോ എന്തിനും കിട്ടുമോ കിട്ടാതിരിക്കുമോ അത് അനുമോളെ സംബന്ധിച്ച് അനുമോടെ വിഷയമേ ആകത്തില്ലായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. അനുമോടെ ഭാഗത്തുനിന്ന് വന്ന മെയിൻ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായില്ലേ? ഇതിനു മുമ്പും പലപ്പോഴും അനുമോള് എല്ലാ വിഷയത്തിനും നമുക്ക് സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് പറ്റാത്ത ഒരു രീതിയുണ്ട്. എന്ന് പറഞ്ഞ് അനുമോള് പൂർണ്ണമായിട്ടും ഒരു എന്താ നമ്മൾ പറയുന്നത്, ആ ഒരു പെൺകുട്ടി, അനുമോൾ എന്ന് പറയുന്ന പെൺകുട്ടി പൂർണ്ണമായിട്ടും അവിടെ തെറ്റുകാരിയാണെന്ന് എൻ്റെ കണ്ണിൽ ഞാൻ ഇതുവരെയും കണ്ടില്ല. ഇന്നലത്തെ ഒരു ഇൻസിഡൻറ്റിനകത്ത് തെറ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് അനുമോടെ കേസിൽ ഏറ്റവും മെയിൻ തെറ്റെന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ അവിടെ ഷാനവാസും നമ്മുടെ അക്ബറൊക്കെ അത് ഈ ഒരു വിഷയത്തെ കഴിഞ്ഞ ആഴ്ചയിൽ അവരുടെ കിച്ചൺ ടീമിന് വന്ന വീഴ്ചയുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാനെ കൊണ്ടൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു. അതും പോട്ടെ. അതായത് ഒരു മുതലെടുപ്പ് അതിൻ്റെ ഇടയ്ക്ക് നടത്താനെ കൊണ്ട് ശ്രമിച്ചതായിട്ടാണ് തോന്നിയത്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ സാബുമാൻ ആണെങ്കിൽ പ്രോട്ടീൻ്റെ ആവശ്യത്തിന് വേണ്ടിയിലാണ് അവിടെ വന്ന് പ്രോട്ടീൻ ഫുഡ് കിട്ടണം അങ്ങനെയൊക്കെ സാബുമാനെ ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് അങ്ങനത്തെ നിലപാടൊക്കെ എടുത്താൽ ഇങ്ങോട്ട് പിന്നെ കയറി വരുന്നത് ഈ ഹൗസിനകത്തോട്ട് അങ്ങനത്തെ കാഴ്ചപ്പാടോടുകൂടി ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിച്ച് വരാനെ കൊണ്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കണം. കാരണം അവിടെ ആ സാഹചര്യത്തിൽ എന്താണോ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് കഴിച്ചിട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിനകത്ത് തന്നെ ഈ സാബുമാൻ്റെ ആ വിഷയം എന്ന് പറഞ്ഞാൽ സാബുമാൻ അധികം ഫുഡ് കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു വിഷയം. ആ വിഷയത്തിൽ അതായത് കൂട്ടാൻ കിട്ടിയിട്ടില്ലെന്നുള്ളത് സാബുമാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും എന്തിനാ വേർതിരിവ് കാണിക്കുന്നത്, എൻ്റെ റേഷൻ എനിക്ക് തരണമെന്ന്. ആ കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞു കൂട്ടാൻ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുന്നത് പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം സാബുമാൻ്റെ വാദം എന്ന് പറഞ്ഞാൽ കുറച്ച് ചോറുള്ളതും കൊണ്ട് സാബുമാൻ അധികം കൂട്ടാൻ വേണം എന്നുള്ളൊരു പിടിവാശിയായിരുന്നു അവിടെ സാബുമാനുള്ളത്. അതിനകത്ത് നമുക്ക് അനുമോളെ കുറ്റം പറയാനെ കൊണ്ട് പറ്റത്തില്ല. സാബുമാൻ അങ്ങനെ ഞാൻ കുറച്ച് ചോറല്ല എനിക്കുള്ളൂ, അപ്പോൾ അതിൻ്റെയും കൂടെ കൂട്ടാൻ എനിക്ക് തരണം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഈക്വലായിട്ടാണ് അനുമോൾ സത്യം പറഞ്ഞാൽ അവിടെ ഷെയർ ചെയ്തത്, എല്ലാവർക്കും വിളമ്പി കൊടുത്തത്. പക്ഷേ ഈ കുറച്ച് ചോറുള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ കൂട്ടാൻ തരണം എന്നുള്ളൊരു ഒരു ഇതാണ് അവിടെ സത്യം പറഞ്ഞാൽ സാബുമാൻ്റെ ഭാഗത്തു നിന്നും വന്നത്, പ്രോട്ടീനുള്ള ഫുഡായതുകൊണ്ട്. അത് പക്ഷേ എല്ലാവർക്കും അത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് അവിടെ പോയത്. ഒന്നാമത് ആ വിഷയത്തിൻ്റെ തുടക്കം തന്നെ ഈ ഒരു സംഭവമാണ്. അങ്ങനെയാണ് പിന്നെ അത് ആദില കയറി കൈയടക്കാനെ കൊണ്ട് നോക്കുമ്പോൾ അനുമോൾ സമ്മതിക്കുന്നില്ല. ആദില അപ്പോഴത്തേക്ക് ഞാനും കിച്ചൺ ടീമിലുള്ളതാണ്, എനിക്കെന്തുകൊണ്ട് വിളമ്പാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വിളമ്പാനെ കൊണ്ടുണ്ടെങ്കിൽ ആദ്യം വന്ന് ഇതിനകത്ത് കുറേ കാര്യങ്ങളും കൂടെ ചെയ്യണം. ഈ ആദില ജോലി കാര്യങ്ങളിൽ ചെയ്യാത്ത ഒരു പെൺകുട്ടിയാണ്. അതുപോലെ ഔട്ട്സൈഡിൽ ആ പുള്ളിക്കാരി എന്തെങ്കിലും കിച്ചണിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കാരി പറയുന്നതിനകത്ത് ഒരു ന്യായമായിട്ടുള്ള കാര്യമുണ്ടെന്ന് പറയും. പക്ഷേ ഇതങ്ങനൊന്നുമല്ല. പിന്നെ അവിടെ അത് പ്രകോപനമായി അനുമോൾ പിന്നെ ക്യാപ്റ്റൻസിൽ നിന്ന് പോകുന്നത് നമ്മൾ കണ്ടു. ഇതിനു മുമ്പും നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാനാണെന്ന് പറഞ്ഞാലും പിന്നീട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കാനെ കൊണ്ട് പോകും. അത് അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഒരു ക്യാപ്റ്റൻ്റെ അണ്ടറിലാണ്. അത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം അതിന് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ രീതിയിൽ അവിടെ സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നേരത്തെ ഒരു തവണ ഒന്നിൽ കൂടുതൽ തവണ അനുമോൾ ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ഒന്നെങ്കിൽ പോകാതിരിക്കണമെങ്കിൽ അവിടുത്തെ ക്യാപ്റ്റൻ ഈ വിഷയം സംസാരിക്കണം, ചർച്ചയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ രീതിയിൽ പറയണം. കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി തന്നെ എടുത്ത് കാണിച്ചിട്ട് തെറ്റെങ്ങനെയാണ് ശരി എങ്ങനെയാണ്. കാരണം അവിടുത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ഹൗസിലെ ഒരു വിഷയങ്ങൾക്ക് പോലും സത്യം പറഞ്ഞ ഇന്നേ വരെ ഒരു കറക്റ്റ് ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു വിഷയം നടന്നാൽ അതിനെ ഒത്തുതീർപ്പാക്കാൻ ഏതെങ്കിലും ഒരു ക്യാപ്റ്റൻ മുതിർന്ന് വരുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ ചെയ്ത് പോകാവുന്നതാണ്. പക്ഷെ അതിന് കൂടെ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റുകളും കൂടെ സഹകരിക്കണം, എങ്കിൽ മാത്രമേ അത് പറയുള്ളൂ. കാരണം അങ്ങനെ ഒരു വിഷയം അവിടെ നടക്കുമ്പോൾ കഴിഞ്ഞ പോയ ആഴ്ചത്തെ വിഷയത്തെയും കൂടെ ചേർത്ത് കണക്ട് ചെയ്ത്
ഒരു വലിയ വിഷയം ഉണ്ടാക്കാനെ കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻറ്റുകളാണ് കൂടെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ അനീഷ് മാത്രമാണ് ആ അനീഷിൻ്റെ ഒരു സ്റ്റാൻഡ് പറഞ്ഞത്. പക്ഷേ അന്നേരം അതിൽ കോർണർ ചെയ്ത് വേറെ ഒരു രീതിയിലേക്കാണ് പോയത്. എല്ലാവരും ഷാനവാസ് അടക്കമുള്ള എല്ലാവരും അനുമോക്ക് എതിരായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇത് ആദിലയും അനുമോളും തമ്മിൽ വിഷയമായി. പിന്നെ ആദില അങ്ങോട്ട് അനുമോളെ നല്ല രീതിയിൽ തന്നെ ആദിലയും നൂറയും പറയാൻ തുടങ്ങി. അക്ബറും ഷാനവാസും എല്ലാവരും അത് ഏറ്റുപിടിക്കാൻ തുടങ്ങി. അന്നേരം അവരുടെ കയ്യിൽ നിന്ന് പോയി. അപ്പം ഒരാൾ ഫുഡ് കഴിച്ചുകൊണ്ട് കരയാനിരിക്കുമ്പോഴും അത് ക്യാമറയുടെ അറ്റൻഷന് വേണ്ടിയിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഫീലാകും. കാരണം അവിടെ ഇത്രത്തോളം ക്യാമറ ചുറ്റുമുള്ളെടുത്ത് ഏത് കോണിൽ പോയിരുന്ന് കരഞ്ഞെന്ന് പറഞ്ഞാലും ക്യാമറ ഫോക്കസ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അത് മാത്രമല്ല, അവിടെ ഇട്ടിരിക്കുന്ന ഓരോ കസേരയ്ക്കും ഓരോ സോഫയ്ക്കും ഓരോ സോഫ സെറ്റിക്കും എടുത്ത് അവിടെ ഇരിക്കുമ്പം അവരെ ഫോക്കസ് ചെയ്യാൻ ക്യാമറ വെക്കും. അവിടെ പോയി ഇരിക്കുമ്പം സ്വാഭാവികമായിട്ട് ക്യാമറ അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറ കാണിക്കാനെ കൊണ്ടാണ് അവിടെ പോയിരുന്ന് കരയുന്നത് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അങ്ങനെ അപ്പം ഒരാൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോലും അങ്ങ് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല. പിന്നെ അനീഷ് അവിടെ ഒരു കാര്യം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾക്കൂട്ട ഭൂരിപക്ഷം നമുക്കറിയാമല്ലോ, എല്ലാവരും അനുമോക്കെതിരായതുകൊണ്ടും അനീഷ് അവിടെ പറയുന്നതിനകത്ത് വലിയ ഇത് വന്നില്ല ആദ്യം. അതിനുശേഷം പിന്നെ നിരന്തരമായിട്ട് നമ്മുടെ അനുമോളെ ടാർഗറ്റിങ് ചെയ്തിട്ടുള്ളൊരു ഗെയിമായിരുന്നു ഇന്നലത്തെ. അനുമോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷെ അങ്ങനത്തെ ഒരു വിഷയത്തിലേക്ക് പോകുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കി കൊടുത്തത് ഇവർ തന്നെയല്ലേ, ഈ മറ്റുള്ള ഹൗസിലെ കണ്ടസ്റ്റൻറ്റുകൾ തന്നെയല്ലേ. ഈ കണ്ടസ്റ്റൻറ്റുകൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിക്ക് വേണ്ടി ഒരു ഇഷ്യൂ ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ അവരും എല്ലാവരും അനുവിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നതും. അവർ ഗെയിം സ്ട്രാറ്റജി അങ്ങനെയാണെങ്കിൽ പിന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനുമോൾ കൊണ്ടുപോയെന്ന് പറഞ്ഞ് എന്താ കുഴപ്പം? ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനുമോൾ കളിക്കുന്നെന്ന് പറയാൻ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്ക് അനുമോൾ പോകണമെങ്കിൽ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്ന അവരുടെ ഉദ്ദേശം അനുമോളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ? അതാണ് എൻ്റെ ചോദ്യം. അനുമോളെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നത്. അപ്പോൾ ടാർഗറ്റ് ചെയ്യാതെ അല്ലാതെ മൈൻഡ് ഗെയിമിലൂടെ കളിക്കുക. അപ്പോൾ ടാർഗറ്റ് ചെയ്തിട്ട് ഒരാളെ കോർണർ ചെയ്ത് സംസാരിക്കുമ്പോഴും ഒക്കെ എങ്ങനെയാണ് അതൊരു എന്താ അതിന് പറയുന്നത്? അങ്ങനെ പോയിരുന്ന് ഒരു മനുഷ്യൻ ഇമോഷൻ നിൽക്കുന്ന സമയത്ത് അതിന് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണെന്ന് പറയാനെ കൊണ്ടുണ്ടാകുന്ന സാഹചര്യം എന്താണ്? ഇനി അതെല്ലാം പോട്ടെ. അനുയുടെ ഭാഗത്തും വീഴ്ച വന്നിട്ടുണ്ട്. ഈ ആദില നൂറ എന്നുള്ള ഒരു 2 പേര്, ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ക ഫേക്കായിട്ട് നിൽക്കുന്ന 2 കണ്ടസ്റ്റൻറ്റുകളാണെന്നുള്ളത്. കാരണം ഇവർ അവരുടെ സമയത്തിനനുസരിച്ച് അവർക്കൊരു നിശ്ചിത ടൈം ഉണ്ടാവും. അവർ കുറച്ച് നാൾ ഒരാളെ കൂടെ നടന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അവർക്കൊരു ഡേഞ്ചർ പൊസിഷൻ വരും. അതായത് ആദില നൂറയ്ക്കൊരു ഡേഞ്ചർ പൊസിഷൻ വന്നു എന്നവർ തോന്നുമ്പോൾ അവർ കൂടെ നിൽക്കുന്ന ആളെ അവർ തന്നെ ഒന്ന് മാറ്റി നിർത്താനെ കൊണ്ട് ശ്രമിക്കും. ഇത് മുമ്പ് ഷാനവാസിൻ്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്നലെ അത് അനുമോടെ കേസിൽ നമ്മൾ കണ്ടു. മനസ്സിലായോ? അപ്പം ഷാനവാസിൻ്റെ കേസിൽ ഇത് നേരത്തെ ആദിലയും നൂറയും കാണിച്ച അതേ സംഭവം തന്നെയാണ് ഇന്നലെ നമ്മുടെ അനുമോടെ കേസിലും കാണിച്ചിരിക്കുന്നത്. കാരണം കുറച്ച് ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവർ പക്കാ ഫേക്കാണ്. അനുമോള് എന്തോ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഇവരുടെ പ്രശ്നത്തിനിടയിൽ. അതായത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ നടക്കുന്നതെന്ന് എനിക്കറിയാമെന്നുള്ളൊരു കാര്യം. അപ്പം ആദിലേക്ക് അത് ഉടനെ അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. എന്ത് കണ്ടിട്ടാണ്? നിൻ്റെ ഫെയിം കണ്ടിട്ടാണോ? അപ്പോൾ ഫെയിം കണ്ടിട്ടാണ് ഞങ്ങൾ നിൻ്റെ കൂടെ വന്നതെങ്കിൽ അത് നിൻ്റെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. ഞങ്ങൾ നിൻ്റെ ഫെയിം കണ്ടിട്ടല്ല, വെറും ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നിലവിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ ആദിലയുടെയും നൂറയുടെയും അവിടെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള സുഹൃത്ത് വലയമെന്ന് നമുക്ക് പറഞ്ഞാൽ അവർക്ക് അറ്റാച്ച്ഡ് ഉള്ള കണ്ടസ്റ്റൻറ്റുകൾ ആരായിരുന്നു? ഷാനവാസും അനുമോളും. ഈ ഷാനവാസും അനുമോളും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്? സീരിയൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ടെലിവിഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ
അതൊരു ഫെയിം കണ്ടിട്ടാണ് ഇവരങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റ് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞ് അവർ ഫെയിം കണ്ടിട്ടാണ് നിൽക്കുന്നതെന്ന് അനുമോളും പറഞ്ഞിട്ടില്ല. അതെല്ലാം ഇവർ തന്നെ എടുക്കുന്നതാണ്. ചിലപ്പോൾ ഇനി അനുമോൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതുമായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വിട്ടാലും അവിടെ അത് ശരിയല്ലേ? കാരണം ഇവർ അറ്റാച്ച്മെൻ്റ് ഉള്ള രണ്ടാൾക്കാരെന്ന് പറയുന്നത് ഒന്ന് അനുമോളും ഒന്ന് ഷാനവാസുമാണ്. ഇവരുടെ ഫെയിം, അതായത് ഇവർ നിൽക്കുന്നത് ഈ ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന താരങ്ങളാണ്. മറ്റ് ആരെങ്കിലുമായിട്ട് അവർക്ക് അത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പം അവർ പറയുമ്പം അതിനെയും പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാനെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോഴവിടെ പിന്നെ പുതിയൊരു കോംബോയുടെ കാര്യം, അതായത് അനീഷ് അനുമോൾ, ഈ ഒരു കോംബോ ഉടലെടുത്തുകൊണ്ട് വരുന്നു. അതൊരു ലവ് ട്രാക്ക് ആണെന്നൊക്കെയുള്ള രീതി പുറത്ത് പറയുന്നുണ്ട്. ചിലപ്പം നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊരു ഫൺ മോഡിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു കോംബോ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ഇതിനകത്ത് ഒരു എന്താ ഇതിന് പറയുന്നു, ഈ രണ്ട് പേരും ലവ് ട്രാക്ക് എടുത്തിട്ട് വേണോ അവർക്ക് അവിടെ നിൽക്കാൻ? എൻ്റെ ഒരു ചോദ്യം അതാണ്. അതായത് അനീഷിനും അനുമോക്കും അവിടെ ഒരു ലവ് ട്രാക്ക് എടുത്തിട്ട് അവിടെ നിൽക്കാനെ കൊണ്ടുള്ള അത്രയ്ക്ക് ഒരു ഇതുണ്ടോ നിലവിലത്തെ സാഹചര്യത്തിൽ? അത് ഈ 88ാമത്തെ ദിവസം അല്ലെ 85ാമത്തെ ദിവസത്തിന് ശേഷമാണ് ഈ ലവ് ട്രാക്ക് എന്നുള്ള സംഭവം അവിടെ പൊങ്ങിപ്പരുന്നത്. അതായത് സീസണ് അവസാനിക്കാറായി. ഈ സമയത്ത് അവർക്ക് ലവ് ട്രാക്ക് കളിച്ചിട്ട് അവിടെ നിൽക്കേണ്ട ഗതികേടുണ്ടോ? അങ്ങനത്തെ ഒരു ലവ് ട്രാക്ക് മാത്രം കളിച്ചിട്ട് അവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഇവർ നേരത്തെ ചെയ്യണ്ടേ? ഈ രണ്ട് പേർക്കും ഇപ്പം നിലവിൽ പുറത്തുള്ള സപ്പോർട്ട് എത്രമാത്രമാണെന്ന് നമുക്കറിയാം. അപ്പം ഈ ലവ് ട്രാക്ക് എന്നുള്ളൊരു സംഭവം മാത്രം കളിച്ച് അവിടെ നിൽക്കേണ്ട ഒരു ഗതികേട് ഈ രണ്ട് പേർക്കും ഇല്ല. ഈ ലവ് ട്രാക്കിലേക്കാണ് ഇവർ പോകുന്നതെന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം എൻ്റെ അഭിപ്രായമാണ് ഇത് ഞാൻ പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യം കണ്ടതും കേട്ടതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവർക്കിടയിൽ ഒരു കണക്റ്റുണ്ട്, ഒരു ബോണ്ടുണ്ട്. അത് ജെനുവിനി വന്ന ബോണ്ടാണ്. മനസ്സിലായില്ലേ? കാരണം ഇവർക്ക് അവിടെ ഈ 88ാം ദിവസത്തിൽ ഒരു കോംബോ കളിച്ച് നിൽക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം. കാരണം അവർക്ക് അതുപോലെ പുറത്ത് ഇവരെ ഇത്രയും അവിടെ ഹൗസിൽ നിർത്തിയ പ്രേക്ഷകർ ഇവരെ കണ്ടുകൊണ്ട് ഇപ്പം നിലവിൽ ഏറ്റവും പുറത്ത് സപ്പോർട്ടുള്ള 2 കണ്ടസ്റ്റൻറ്റുകളുമാണ്. മനസ്സിലായോ? അപ്പോൾ അവർക്ക് അവിടെ ഒരു ലവ് ട്രാക്ക് കളിക്കേണ്ട ഒരു ഗതിയും അല്ല അങ്ങനത്തെ ഒരു പ്ലാൻ അവർ ഉണ്ടാക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. പക്ഷേ അനുമോൾ അതൊരു ഫൺ രീതിയിലൊക്കെ എന്നുള്ള രീതിയിൽ ആദ്യം അന്ന് രാത്രി ചോദിക്കുമ്പോൾ അത് പലരും നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. പല വീഡിയോകളിലും പല യൂട്യൂബ് ചാനലുകളും ഇത് വന്നിട്ടുള്ള കാര്യമാണ്. അനുമോൾ ഒരു ജസ്റ്റ് ഫണ്ണിനാണെന്നൊക്കെയുള്ള രീതി പറയുമെങ്കിലും ഇവർക്കിടയിൽ ഒരു കണക്ഷനുണ്ട്. അത് ലവെന്നോ അല്ലെങ്കിൽ ക്രഷെന്നോ എന്ത് വേണേലും പറയാം. ഒരു കണക്ഷനുണ്ട്, അത് സത്യമാണ്. ഈ അനുമോക്കും അനീഷിനും ഇടയ്ക്ക് ഒരു കണക്ഷനുണ്ട്. ഇപ്പം ലാലേട്ടനൊക്കെ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസം അനീഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ക്രഷ് എന്നൊക്കെയുള്ള രീതിയിൽ. അന്നേരം അനീഷിനാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അനുമോൾ ഇത് പക്ക ഒരു ലവ് ട്രാക്കിന് വേണ്ടിയുള്ള ഒരു പർപ്പസ്ഫുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് തോന്നുന്നില്ല, എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവർക്കിടയിൽ ഒരു മികച്ച ബോണ്ട്. ഇനിയിപ്പം ലവ് ട്രാക്ക് അല്ലെങ്കിൽ ഇവർ റിയലായിട്ട് ഇവർ അങ്ങ് ഇഷ്ടത്തിലാണെന്ന് തന്നെ വെച്ചു, ആർക്കാ കുഴപ്പം? ഇവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അവർക്ക് കിട്ടേണ്ട വോട്ട് അവർക്ക് കിട്ടി. വോട്ട് സ്പ്ലിറ്റ് ഒന്നും ഇവിടെ നടക്കാനെ കൊണ്ട് പോകുന്നില്ല. ഇപ്പോൾ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അനുമോക്ക് തന്നെ വോട്ട് ചെയ്യും. അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അനീഷിന് തന്നെ വോട്ട് ചെയ്യും. അല്ല ഇവർ ലവ് ട്രാക്കാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മാറുമെന്ന് ഞാൻ തോന്നുന്നില്ല. അങ്ങനെയൊക്കെ മാറുന്ന ചരിത്രമുണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ അതാ പറഞ്ഞത്, ഈ ഗെയിമിനകത്ത് അതവരുടെ ജെനുവിനിറ്റി, അതായത് അവരുടെ റിയലായിട്ടുള്ള ക്യാരക്ടർ, ആ ഇമോഷൻ, അത് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് അവർക്കിടയിൽ ഒരു ബോണ്ടുണ്ട്. അത് ചിലപ്പോൾ ലവ് ആകാം, ചിലപ്പോൾ ഒരു ക്രഷാകാം, ചിലപ്പോൾ അത് എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനൊരു ഗെയിമിന് വേണ്ടിയില്ല അവർ ഇതൊരു ലവ് കോംബോയോ ട്രാക്കോ ഒരിക്കലും അനീഷും അനുമോളും ഈ 88ാം ദിവസത്തിൽ അവിടെ കൊണ്ടുവരത്തില്ല. കാരണം ഈ 2 പേർക്കും പുറത്ത് നല്ല സപ്പോർട്ട് എടുത്ത് അത് 2 പേർക്കും അറിയുകയും ചെയ്യും അവിടുത്തെ സാഹചര്യം. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അതൊരു ലവ് ട്രാക്കുമല്ല, ലവ് കോംബോയും അല്ല. പക്ഷേ ഇവർക്കിടയിൽ ഒരു ബോണ്ടുണ്ട്. അതിനെ നിങ്ങൾക്ക് ലവ് എന്ന് വേണേലും വിളിക്കാം, ക്രഷ് എന്ന് വേണേലും വിളിക്കാം, എന്ത് വേണേലും, പ്രണയമെന്നോ എന്ത് വേണേലും പറഞ്ഞ് വിളിക്കാം. അത് റിയാലിറ്റി തന്നെയാണ്. അതുകൊണ്ട് അത് ഗെയിമിന് വേണ്ടി പക്ഷെ അവരെടുക്കുന്നതല്ല. ഇന്നത്തെ എപ്പിസോഡിനകത്ത്
അനീഷ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് ചിലപ്പം പലർക്കും അതായത് തോന്നാം അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യമായിരിക്കും അല്ലേ എന്നുള്ളത്. കാരണം അനീഷ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടില്ല, പക്ഷേ ലൈവിലുണ്ടായിരുന്നു. ഞാൻ സ്നേഹിക്കുന്നതും എനിക്ക് പ്രധാനപ്പെട്ടതെന്നും തോന്നുന്നവർക്ക് വേണ്ടി ഞാൻ മുന്നിൽ നിൽക്കും. ഞാൻ വീണതിന് ശേഷമേ മറ്റൊരാൾക്ക് അവരെ തൊടാനെക്കൊണ്ട് പറ്റൂ എന്നുള്ളൊരു ഡയലോഗ് നമ്മുടെ അനീഷ് പറയുന്നുണ്ട്. അത് ഇന്നത്തെ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ്. ടാസ്ക് കണ്ടവർക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എൻ്റെ ഒരു എപ്പിസോഡ് റിവ്യൂ അല്ല, ഈ ബിഗ് ബോസ് ഷോയെക്കുറിച്ചും നിലവിൽ ഹൗസിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള എൻ്റെ ഒരു അഭിപ്രായമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോൾ അനീഷ് ഇന്ന് അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. എത്ര പേര് ലൈവ് കണ്ടവർ, കാരണം അത് എപ്പിസോഡിനകത്ത് വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഈ ഒരു സംഭവമുണ്ട്. അനീഷ് അങ്ങനെ പറയുന്നുണ്ട്. അത് ഒരിക്കലും അതൊരു ഗെയിമിൻ്റെ പർപ്പസ്ഫുള്ളായിട്ട് അനീഷ് പറയുന്നില്ല, അത് ജെനുവിനായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. മനസ്സിലായില്ലേ? അനുമോളും ഇപ്പോൾ എങ്ങും പോയിട്ട് അനീഷിനെ ഇഷ്ടമാണെന്നോ, അല്ലെങ്കിൽ അനുമോൾ കുറച്ചൊക്കെ സംഭവങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റുകാർ തന്നെ ഇപ്പോൾ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അത് അറിഞ്ഞുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്, അതൊരു തമാശ രൂപത്തിലൊക്കെ ചെയ്യുന്നതാണ്. എങ്കിൽ പോലും അവർക്കിടയിൽ ഒരു ബോണ്ടുണ്ട്. അതുകൊണ്ടാണ് അത് അവർക്കിടയിൽ തന്നെ വർക്കാകുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ അനുമോള് ഒത്തിരി ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അനീഷാണ് പോയി സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളെ. അതപ്പം ചിലപ്പം ചില റിവ്യൂവേഴ്സ് പറയുന്നുണ്ട് അനീഷിനത് പുറത്ത് വലിയ രീതിയിൽ നെഗറ്റീവാകും, അനുമോടെ ഗെയിമാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതിപ്പം അനുമോടെ ഗെയിമാണെന്ന് തന്നെ വെച്ചു, അവിടെ അനീഷിന് അങ്ങനെ തോന്നി, അനുമോക്ക് അങ്ങനെ തോന്നിയില്ല, അനീഷിനെ വീഴ്ത്താനെ കൊണ്ട് ശ്രമിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ കരുതുന്നവർ കരുതട്ടെ. അത് ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാനെ കൊണ്ട് പറ്റത്തുള്ളൂ. പക്ഷെ അത് കാരണം ഞാൻ കരുതുന്നില്ല അനീഷിൻ്റെ വോട്ട് അനീഷിന് പോകുമെന്നും അനുമോടെ വോട്ട് പോകുമെന്നും. അവർക്കിടയിലുള്ളൊരു ബോണ്ട് എന്താണെന്നുള്ളത് അവർക്കറിയാം. ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അത് അത്രത്തോളം പ്യുവറായിട്ട് പോകുന്നത്. ഇനി ഇത്ര ദിവസമേ ഉള്ളൂ ഹൗസിനകത്ത്. അപ്പം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നെന്ന് പറഞ്ഞ് അനീഷ് ഡൗൺ ആയി പോകാനും, അല്ലെ അനുമോൾ ഡൗൺ ആയി പോകാനും, അല്ലെ അനീഷിൻ്റെ ഗ്രാഫ് കുത്തനെ ഉയർത്താനും അനുമോടെ ഗ്രാഫ് കുത്തനെ താഴാനും പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള. കാരണം അവിടെ ഇപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ ഇന്നത്തെയും ഇന്നലത്തെയുമായിട്ട് എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ പറ്റും അനുമോൾ ഒരുപാട് ഡൗൺ ആണ്. അനീഷാണ് ഒരു അനുമോടെ സൈഡ് നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് നിൽക്കുന്നതിനകത്ത് ഒരു ലവ് കോംബോ എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവരും പറയുന്നുണ്ട്. എന്തോ കോംബോയാണെന്ന് പറഞ്ഞാൽ ഒരു മാനുഷിക പരിഗണന എന്നൊരു രീതിയിൽ അനീഷാണ് നിലവിൽ ഇപ്പോൾ അവിടെ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം അങ്ങനെ നിന്നെന്ന് പറഞ്ഞ് അനീഷിൻ്റെ ഗെയിം ഡൗൺ ആയി പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് പുറത്ത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകും. ചിലർ ബ്രില്യൻ്റ് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ, അനീഷിനെയും വീണ് പോകും അല്ലേ ഇങ്ങനെ എന്തോ വന്നില്ല. ഇത്രയും നാളും അവിടെ പലരും 10-26 പേര് വന്ന് കളിച്ച ഒരു ഹൗസിനകത്ത് ഇപ്പം നിലവിൽ ഒരു 8 പേരുള്ളതിൽ 2 പേരല്ലേ ഇവർ. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു ധാരണ കാണത്തില്ലേ ഇപ്പോൾ ഗെയിമിനെ കുറിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അവർക്ക് ഏകദേശം ഒരു ധാരണ കാണത്തില്ലേ. അപ്പം ഇത് സത്യം പറഞ്ഞാൽ അത് അവർ ഗെയിമിന് വേണ്ടി ചെയ്യുന്നെന്ന് നമുക്ക് തോന്നാം. പുറത്ത് നിൽക്കുന്നവർക്ക് ചിലരങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവർക്കിടയിൽ അങ്ങനെ ഒരു ബോണ്ടുണ്ട്. ആ ബോണ്ടുള്ളത് കൊണ്ട് അവർക്കിടയിൽ ഉണ്ടായി പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനിയിപ്പം നാളത്തെ ദിവസം എങ്ങനെ തീരുമെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പം ഇവർ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാം, പറയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇതിൻ്റെ എല്ലാം തുടക്കം ഞാൻ പറയും, ഈ ഗെയിം ഷോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ പെർസ്പെക്റ്റീവിൽ. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എപ്പോഴും ഒരാൾ നിൽക്കണമെന്നില്ല. അവർ ചെയ്യുന്നത്, അവർക്ക് തോന്നുന്നത്, അവരുടെ ഇമോഷൻ അതെങ്ങനെയാണെന്നോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോരുത്തരും അവിടെ നിൽക്കുന്നത്. അത് പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യപ്പെടുമ്പോഴാണ് അത് അവർക്ക് വോട്ടായിട്ട് മാറുന്നതും അനുകൂല സാഹചര്യങ്ങളിൽ. അപ്പം നിലവിലത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ കൂടാനും ഉള്ള കാരണം
അനുമോക്കും അനീഷിനും തന്നെയാണ് ആദ്യം തൊട്ടുള്ള നമുക്കറിയാം. അക്ബറൊക്കെ ഇപ്പോൾ അവിടെ നെഗറ്റീവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഷാനവാസ് പോലും ഇപ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പക്ഷേ ഉടനെ നാളത്തെ ദിവസം ചിലപ്പം മാറാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു രണ്ട് പേരെയോ അല്ല ഒരാളെയോ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അത് അവർക്ക് തന്നെ ഗുണമാകുന്നത്. ഒരിക്കലും അവർക്കെതിരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെട്ട് കളിപ്പിക്കുന്നവർക്കൊരു ഗുണമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് അനീഷിനും അനുമോക്കും തന്നെ ഗുണമാകത്തുള്ളൂ. അപ്പം അവരുടെ കാര്യം അവർക്ക് വിടുക. ലവോ അതെന്തേലും ആകട്ടെ, അത് അവരുടെ ഉള്ളിലുള്ള ബോണ്ടോ. അതിനെ ഒരു ഗെയിം പ്ലേ ആയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കാണുന്നില്ല. ഇനിയിപ്പം ബി നാളെ വന്ന് അവർ അങ്ങനെ പറയുവാണെങ്കിൽ അത് നമുക്ക് പറയാനെ കൊണ്ട് പറ്റത്തില്ല. ചിലപ്പോൾ ബി അങ്ങനെ പറഞ്ഞേക്കാം. പക്ഷേ ഇപ്പം നിലവിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഗെയിം വളരെ വീക്കായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം മാക്സിമം വഴക്കും അടികളും ഒക്കെ ഒഴിവാക്കിയിട്ട് ഏകദേശം എല്ലാവരും ഒന്നിച്ച് കൂടി കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ് നല്ലത്. കാരണം സീസൺ തീരാറായി. ഇനി 10-12 ദിവസം എങ്ങാണ്ട് സംതിങ്ങേ ഉള്ളൂ. അതിനുള്ളിൽ ഫിനാലെ വരും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ, പ്രേക്ഷക പിന്തുണ ഉള്ളവർ അവിടെ നിൽക്കും. പ്രേക്ഷക പിന്തുണ ഉള്ള ഒരാൾ കപ്പ് ഓടിക്കും. അത് ആൾ നെഗറ്റീവോ പോസിറ്റീവോ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്കുള്ളിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഒരാളെ എന്തുവന്നില്ല അവിടെ നിൽക്കത്തുള്ളൂ. ഇതിനകത്ത് മറ്റുള്ള കളികളൊന്നും നടന്നിട്ടില്ലെങ്കിൽ. ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും ഞാൻ പറയും, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആണെങ്കിൽ അനുമോളോ അനീഷോ ആയിരിക്കും കപ്പെടുക്കാൻ പോകുന്നത്. ഇവർ ഒന്നെങ്കിൽ അനീഷ് ഇല്ലെങ്കിൽ അനുമോൾ, ഈ 2 പേര് തന്നെ ആയിരിക്കും ടോപ്പ് 2 ആയിട്ട് വരാനും പോകുന്നത്. അത് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഒന്നെങ്കിൽ അനുമോൾ കപ്പെടുക്കുകയാണെങ്കിൽ അനീഷ് റണ്ണറപ്പാകും. ഇനി അനീഷ് കപ്പെടുക്കുകയാണെങ്കിൽ അനുമോൾ റണ്ണറപ്പാകും. ഈ 2 പേര് കഴിഞ്ഞിട്ടേ മറ്റു വേറെ ഒരാൾ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് നാളത്തെ ഒരു പ്രൊമോ വരുന്നുണ്ട്. ഒരു പണപ്പെട്ടി എടുത്തുകൊണ്ട് നിശ്ചിത ടൈമിനുള്ളിൽ ഗേറ്റ് തുറന്ന് പണപ്പെട്ടി എടുത്തുകൊണ്ട് തിരിച്ച് ഹൗസിനുള്ളിലേക്ക് കയറുന്ന ഒരു പ്രൊമോയാണ് കാണിച്ചേക്കുന്നത്. അതിനകത്ത് ഇപ്പം അനുമോൾ പുറത്ത് പോകുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള നാളത്തെ ദിവസം കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത് നാളത്തെ ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ ഞാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ പറയാതെ എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ള കാര്യം. അപ്പം നിലവിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ പറയുന്ന രീതിയിലാണ് നടക്കാനെ കൊണ്ട് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ എത്രമാത്രം ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു PR അല്ല. കാരണം ഇപ്പോൾ ഏതൊരു വീഡിയോയുടെ കമൻറ്റ് ഏതെങ്കിലും പോയിട്ട് ആരെങ്കിലും സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും PR എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും പറയാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് PR ഒന്നുമല്ല. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാനെ കൊണ്ടുള്ള ഒരു ചെറിയ ഇത് മാത്രമാണ് ഞാൻ ചെയ്തത്. അല്ല ഞാൻ അനീഷിൻ്റെയോ അനുമോടെയോ അല്ല അവിടെ നിൽക്കുന്ന ആരുടെയും PR അല്ല. എൻ്റെ തോട്ട്സ്, ഞാൻ ആ ഗെയിമിൽ കണ്ട കാര്യങ്ങളെ, ആ ഗെയിമിനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് മാത്രമാണ് ഞാനിപ്പം ഈ വീഡിയോയ്ക്കകത്തൂടെ നിങ്ങളിലേക്ക് പകരാനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉപകാരമായിരിക്കും. അപ്പോൾ നാളത്തെ എപ്പിസോഡ് റിവ്യൂമായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങളുമായിട്ട് നാളെ വരാം. അപ്പോൾ ഗുഡ് നൈറ്റ്.